ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഒരു ലൈറ്റ്, ഇത് സോളാർ എനർജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലൈറ്റാണ്. ഇതിന് മോഷൻ ഡിറ്റക്ടർ സെൻസിബിലിറ്റി കൂടി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ രാത്രി നമുക്ക് ഇതിൻ്റെ പവർ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ലൈറ്റ് പ്രകാശിക്കും. അല്ലാത്ത സമയത്ത് നമ്മൾ അകന്ന് നിന്ന് കഴിഞ്ഞാൽ അത് ഓഫായി കിടക്കും. അപ്പോൾ എനർജി വേസ്റ്റ് ആവില്ല. ആരെങ്കിലും അടുത്ത് വന്നാൽ മാത്രമേ ഓൺ ആവുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് സ്വിച്ച് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ലൈറ്റ് ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിനുള്ള ഓപ്ഷനുണ്ട്. പക്ഷേ ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് എന്തെൻ്റെ കംപ്ലൈൻ്റ് ആണെന്നുള്ള അറിയില്ല എനിക്ക്. അപ്പോൾ അതൊന്നും നമുക്ക് പുറത്തെടുത്തിട്ട് നോക്കാം. നമുക്ക് ഇത് കുറച്ച് മുകളിലാണ്, എനിക്കിത് എത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു അലുമിനിയത്തിൻ്റെ ഒരു ബാറ്, അതായത് ആംഗിൾ കിടപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് തോണ്ടി എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് തൂക്കിയിട്ടിട്ടുള്ളൂ, ഒരു വയറിൽ കെട്ടിയിട്ട് തൂക്കിയിട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കമ്പ് വെച്ച് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് താഴെ വീണ് കഴിഞ്ഞാൽ പണി പാടും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. ഓക്കെ, ഓക്കെ ഓക്കെ താഴെ വീഴാതെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് കുറച്ച് നാളുകളായിട്ട് വർക്ക് ചെയ്യാറില്ല. അപ്പോൾ ഇതെന്താ കംപ്ലൈൻ്റ് ഒന്നും അറിയില്ല. സോളാർ പാനലിൻ്റെ ആണോ അതോ ബാറ്ററിയുടെ ആണോ ഇനി ബോർഡിൻ്റെ ആണോ ഒന്നും അറിയില്ല. നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ സ്ക്രൂകളൊക്കെ ഉണ്ട്, ആ സ്ക്രൂകളൊക്കെ ഞാൻ അഴിച്ച് മാറ്റാൻ പോവാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് തൂക്കിയിടാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചിട്ടുള്ള ഒരു വയറിൻ്റെ പീസായിരുന്നു. ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു ബാറ്ററി, പിന്നെ ഒരു ബോർഡ്, പിന്നെ കുറച്ച് LED ബൾബുകൾ, ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. നമുക്ക് ബോർഡിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉള്ളതെന്നുണ്ട് നമുക്ക് നോക്കാം. അതിൻ്റെ ബോർഡൊന്ന് അഴിക്കുന്നുണ്ട്. ഈ ബോർഡ് അഴിച്ചപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ സർക്യൂട്ടിലൊക്കെ നിറയെ ഫംഗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റിയും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഫംഗസ് ഇതുപോലെ ബോർഡിൽ ആയി കഴിഞ്ഞ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടച്ചായിട്ട് അത് ഷോർട്ട് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം നമുക്കത് ആദ്യം ക്ലീൻ ചെയ്യാം. ഇത് നമ്മുടെ ലാപ്ടോപ്പും അതുപോലെ മൊബൈൽ സ്ക്രീൻ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സൊല്യൂഷനാണ്. അതുപോലെ നമ്മളുടെ സർക്യൂട്ട് ബോർഡുകളും കാര്യങ്ങളൊക്കെ ഷോർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് വെച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം നമുക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഇല്ലെങ്കിൽ നമുക്ക് തൽക്കാലം പെട്രോളൊക്കെ വെച്ചിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനപ്പോൾ ഒരു മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. ആ മൾട്ടിമീറ്റർ ഞാൻ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബസർ മോഡിൽ ഞാൻ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബോർഡിന് വലിയ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കണില്ല. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തപ്പോൾ എന്തെങ്കിലും ഷോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ റെഡിയായി കാണണം. അപ്പോൾ ബോർഡ് ഇപ്പോൾ കണ്ടിന്യൂറ്റി ഇപ്പോൾ ഓക്കെയാണ്. എല്ലാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഷോർട്ടൊന്നും കാണിക്കുന്നില്ല. ഇനി നമുക്കിനി ബാറ്ററിയുടെ ഒരു ചാർജും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ മൾട്ടിമീറ്റർ DC മോഡിൽ ഇട്ടിട്ടുണ്ട്. DC മോഡിൽ 10 സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാറ്ററി നമുക്ക് അതിൻ്റെ ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ബാറ്ററിയിൽ മൾട്ടിമീറ്റർ കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് 0% കാണിക്കുന്നത്. ഒരു വോൾട്ടേജ് പോലും ബാറ്ററിയിൽ കാണിക്കുന്നില്ല. മീൻസ് അത് ഫുള്ള് ഡ്രെയിനായി പോയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്ത് നോക്കി നോക്കാം. അപ്പോൾ ഇത് ഡ്രെയിനായിട്ട് ഫുള്ള് ഇറങ്ങിപ്പോയത് കൊണ്ട് നമുക്ക് ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ചിലപ്പോൾ പ്രോബ്ലം നമ്മുടെ സോൾവ് ആവും. മീറ്റർ ഞാൻ DC വോൾട്ട് 10 ഇട്ടിട്ടുണ്ട്. അപ്പോൾ 3 ബാറ്ററി കിട്ടിയിട്ടുണ്ട്. അതിൽ ഏതിലാണ് ചാർജ് ഉള്ളതെന്നുള്ള അറിയില്ല. അപ്പോൾ 1 by 1 ആയിട്ട് ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നല്ല ബാറ്ററി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ബാറ്ററിയിൽ വോൾട്ടേജ് ഇല്ല. നമുക്ക് അടുത്ത ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ബാറ്ററിയിൽ ഇപ്പോൾ 3.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. 3.7 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഓക്കെയാണ് ഈ ബാറ്ററി. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് റെഡ് വയറിലേക്കും അതുപോലെ ബ്ലൂ വയറിലേക്കും നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അത് പോസിറ്റീവ് നെഗറ്റീവ് അതിൻ്റെ ഓക്കെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ലൈറ്റ് ഓക്കെയാണ്. നമ്മളുടെ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആയിരുന്നു, അതുകൊണ്ട് ബാറ്ററി മാറ്റിയപ്പോൾ നമ്മൾ ശരിയായിട്ടുണ്ട്. ഇതിൻ്റെ പാനൽ ഞാൻ പൊത്തി പിടിക്കുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാറിൻ്റെ ആ ഒരു എനർജി കൊണ്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് ഇട്ടപ്പോൾ ഇത് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഇത് ഹൈഡ് ചെയ്ത് വെക്കുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? പിന്നെ ഇങ്ങനെയുള്ള ലൈറ്റുകളും കാര്യങ്ങളൊന്നും ആരും ഇത് വൺസ് കേടായി കഴിഞ്ഞാൽ ആരും ഇത് റിപ്പയർ ചെയ്യാനൊന്നും ശ്രമിക്കാറില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ പണത്തിന് വീണ്ടും നമുക്കത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ചെറിയ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ മാത്രമേ ഇങ്ങനെയുള്ള ലൈറ്റിനൊക്കെ വരുള്ളൂ. ബോർഡൊന്നും അധികം കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കുറവാണ്. ഈ ബാറ്ററി തന്നെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ വില കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഈ ബാറ്ററി നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ സോളാർ പാനലിൻ്റെ വർക്ക് ചെയ്യുന്ന ലൈറ്റുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ തന്നെ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അഴിക്കാൻ ശ്രമിക്കുക. നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എൻ്റെ ഒരു ചെറിയൊരു ചാനൽ അതുപോലെയുള്ള നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കൊച്ചു അറിവുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനായിട്ട് വരും. ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.